നമ്മൾ ഈ PR-ന്റെ ഏജ് ലിമിറ്റ് 45 എന്ന് പറയുന്നുണ്ട്. 45 കഴിഞ്ഞ ഒരു ആഫ്ര രജിസ്റ്റേർഡ് നേഴ്സിന് എന്ത് സാധ്യതയാണ് പിന്നീട് ഓസ്ട്രേലിയയിലുള്ളത്? പിന്നീടുള്ളത് ഒന്ന് പെർമനന്റ് റെസിഡൻഷിപ്പിനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ പിന്നീട് അവർക്ക് ഡെസിഗ്നേറ്റഡ് ഏരിയ മൈഗ്രേഷൻ അഗ്രിമെന്റ് അനുസരിച്ചുള്ള ഡാമ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ബിസിനസ്സുകൾ അല്ലെങ്കിൽ എംപ്ലോയേഴ്സ് മുഖാന്തരം അവർക്ക് ആ പ്രദേശത്ത് അല്ലെങ്കിൽ ആ എംപ്ലോയറുടെ കീഴിൽ വർക്ക് ചെയ്യുന്നതിനുള്ള ഒരു ഓപ്ഷനാണുള്ളത്. അത് പെർമനന്റ് വിസയാണ് കിട്ടുന്നത്. കാരണം അണ്ടർ ദ ഡാമ ലേബർ അഗ്രിമെന്റ് അനുസരിച്ച് ഒന്നുകിൽ 186 PR വിസ, അതല്ലെങ്കിൽ 494 റീജിയണൽ വിസ, പ്രൊവിഷണൽ വിസ, പാത്ത് വേ ടു 191 ആഫ്റ്റർ 3 years. അതല്ല എന്നുണ്ടെങ്കിൽ 482 വിസ. അതും ഒരു പാത്ത് വേ വിസയാണ്. 2 വർഷം കഴിയുമ്പോൾ അവർക്ക് 186 പെർമനന്റ് റെസിഡൻഷിപ്പ് TRT, ടെമ്പററി റെസിഡന്റ് ട്രാൻസിഷൻ സ്ട്രീമിലൂടെ അവർക്ക് PR കിട്ടും. അപ്പൊ ഇത് ഡാമയുടെ കീഴിൽ ലേബർ അഗ്രിമെന്റിന്റെ ബേസിസിൽ വേണമെങ്കിൽ അവർക്ക് ഒരു PR ഓപ്ഷൻ നോക്കാം. കാരണം ഇത്തരം സാഹചര്യങ്ങളിൽ അണ്ടർ ദ ഡാമ എഗ്രിമെന്റ് അനുസരിച്ച് അല്ലെങ്കിൽ ഡാമയുടെ കീഴിൽ വരുമ്പോൾ ലേബർ അഗ്രിമെന്റ് വരുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ ഏജ് റിലാക്സേഷൻ വരും. പരമാവധി പല ഡാമകളും 55 വയസ്സ് വരെ പല ഓക്കുപേഷനുകൾക്കും കൊടുക്കാറുണ്ട്. ഒപ്പം ഇംഗ്ലീഷ് ലാംഗ്വേജ് റിക്വയർമെന്റിനകത്ത് ചെറിയ ഇളവുകൾ ലഭിക്കും. വർക്ക് എക്സ്പീരിയൻസിൽ ചില ഓക്കുപേഷനുകൾക്കും ചില കാറ്റഗറി വിസകൾക്കും വർക്ക് എക്സ്പീരിയൻസിലും ചെറിയ ഇളവുകൾ ലഭിക്കാറുണ്ട്. അപ്പൊ ഈ 3 പ്രധാനപ്പെട്ട ഘടകങ്ങളിലും ഇളവുകൾ ലഭിക്കുന്നത് കൊണ്ട് വേണമെങ്കിൽ ഇതിലേതെങ്കിലും ഒരു വിസ നോക്കുകയും പാത്ത് വേ രൂപത്തിൽ 482-ൽ നിന്ന് 186-ലോട്ടോ അല്ലെങ്കിൽ 494-ൽ നിന്ന് 191-ലോട്ടോ, അതല്ല ഡയറക്റ്റ് എൻട്രി 186 എംപ്ലോയർ സ്പോൺസർ ചെയ്യുകയാണെങ്കിൽ PR-ലോട്ടോ ഡാമയിൽ പോവാം. ഈ പറഞ്ഞോട്ട് ഏജ് റിലാക്സേഷൻ ഉള്ള ഡാമയിൽ ആ ഓക്കുപേഷനിൽ അവർക്ക് കിട്ടുകയാണെങ്കിൽ അങ്ങനെ അവർക്ക് PR-ന് ട്രൈ ചെയ്യാം. ഡെസിഗ്നേറ്റഡ് ഏരിയ എന്ന് പറയുന്നുണ്ട്. അപ്പൊ അതിനർത്ഥം ഇത് ഒരുപാട് റൂറൽ ഏരിയാസിലായിരിക്കും. ജനറലി റൂറൽ ഏരിയ ആണ് വരാറുള്ളത്. റൂറൽ ഏരിയ എന്ന് പറഞ്ഞാൽ റീജിയണൽ ഏരിയകളാണ് വരുന്നത്. മൊത്തത്തിൽ 13 ഡാമകളുണ്ട്. ഏറ്റവും കൂടുതലുള്ളത് വെസ്റ്റേൺ ഓസ്ട്രേലിയയിലാണ്. ക്യൂൻസ്ലാൻഡിൽ 2 എണ്ണം ഉണ്ട്. അങ്ങനെ പല സ്റ്റേറ്റുകളിലും ഉണ്ട്. എന്നാൽ 45 കഴിഞ്ഞൊരു ആഫ്ര രജിസ്റ്റേർഡ് നേഴ്സിന് വർക്ക് വിസയിൽ 482 വിസ വരുന്നതിന് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അതിന് 482 വിസയ്ക്ക് ഏജ് റെസ്ട്രിക്ഷൻ ബാധകമല്ല. അപ്പൊ അത് കഴിഞ്ഞ് ഇപ്പൊ ഒരു 45 ഏജ് ഉള്ള ഒരാള് വർക്ക് വിസയിൽ ഓസ്ട്രേലിയയിൽ വന്നു എന്നിരിക്കട്ടെ, അതിനുശേഷം അവർക്കൊരു ഡാമയുടെ ഓപ്ഷനിലോട്ട് മാറാൻ സാധിക്കുമോ? തീർച്ചയായിട്ടും. ഒരു എംപ്ലോയർ ഡാമയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഒരു എംപ്ലോയർ അവരെ നോമിനേറ്റ് ചെയ്യുകയും ആ നോമിനേറ്റഡ് ഓക്കുപേഷനിൽ ഏജ് റിലാക്സേഷൻ ഉണ്ട്, 50-55 വയസ്സിന്റെ റിലാക്സേഷനിൽ ഈ പറഞ്ഞ പർട്ടിക്കുലർ ആപ്ലിക്കന്റ് വരികയും ചെയ്യുകയാണ്. അവര് ഇംഗ്ലീഷ് ലാംഗ്വേജ് ക്രൈറ്റീരിയയും ഒപ്പം വർക്ക് എക്സ്പീരിയൻസ് ക്രൈറ്റീരിയയും മറ്റും ഒക്കെ സ്കിൽസ് അസസ്മെന്റ് ക്രൈറ്റീരിയ 186 ഡയറക്റ്റ് എൻട്രി ആണെങ്കിൽ സ്കിൽസ് അസസ്മെന്റ് ക്രൈറ്റീരിയ ഉണ്ട്. അപ്പൊ അതെല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും 45 വയസ്സ് കഴിഞ്ഞ് ഡാമ 186 പോകുന്നെങ്കിലും 45 കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ സ്കിൽ അസസ്മെന്റ് മാൻഡേറ്ററി ആണ്. 186-ന്റെ എല്ലാ സ്കിൽസ് അസസ്മെന്റ് മാൻഡേറ്ററി ആയിട്ടുള്ള ഒരു റിക്വയർമെന്റ് ആയിട്ട് തന്നെയാണ് നിലനിർത്തുന്നത്. ആകെ എക്സംഷൻസ് അല്ലെങ്കിൽ ഈ ഫ്ലെക്സിബിൾ ആയിട്ട് വരുന്നത് ഏജിന്റെ കാര്യത്തില്, വർക്ക് എക്സ്പീരിയൻസിന്റെ കാര്യത്തില്, ഇംഗ്ലീഷ് ലാംഗ്വേജ് റിക്വയർമെന്റ് കാര്യത്തിലായിരിക്കും ഒരു ചെറിയ കൺസെഷൻ